ഒരു സ്പെഷ്യലാണ് മീൻ പൊള്ളിക്കുന്നത്. അത് കൂടുതലും കരിമീനും പിലോപ്പിയാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ മീനുകൾ പൊള്ളിക്കുന്നതാട്ടോ കൂടുതലും ടേസ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിലോപ്പി എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്നാണ്. അപ്പോൾ ആദ്യമേ ഞാനത് ക്ലീൻ ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മീൻ ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല കരിമീനും പിലോപ്പിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതൊക്കെ ചെളിയിൽ വളരുന്ന മീനായതുകൊണ്ട് അത് നന്നായിട്ട് അത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതും കൂടെ ആദ്യം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ അതിൻ്റെ ചിറക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ പിലോപ്പിയും കരിമീനും ഒക്കെ വെട്ടുന്ന ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ തൊലി ചെത്തുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ചിറകും വാലും ഒക്കെ കട്ട് ചെയ്ത് മാറ്റണം. പിലോപ്പിയുടെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇതിങ്ങനെ തൊലി ചെത്തിയെടുക്കുക ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലേൽ വെച്ചിട്ട് ഉരച്ചെടുക്കും, അല്ല അമ്മ? ഉപ്പും കൂട്ടി അരച്ചെടുക്കും. അല്ല, ഇത് നമ്മൾ വെറുതെ സാധാരണ മീനിൻ്റെ ചെതമ്പൽ കളയുന്ന പോലെ കളയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെളി ചോദിക്കും. അപ്പോൾ അതിനാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തൊലി എത്തിക്കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ കല്ലേൽ ഉരച്ച് തന്നെ കഴുകണത്. അപ്പോൾ ഇങ്ങനെ ചെത്തിയിട്ട് നല്ലതായി ഇതുപോലെ കണ്ടില്ലേ, നല്ല വൈറ്റ് കളർ അയക്കുന്നുണ്ടോ? ഈ ഒരു വൈറ്റ് കളർ വരണം അതിന്. ആ, അപ്പോൾ തൊലി എത്തുന്നതിന് മുന്നേ ആദ്യമേ വാലും ചിറകും ഒക്കെ ചെത്തിക്കളയണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ തൊലി എത്താനായിട്ട്. ഇതുപോലെ വേണം ചെത്താനായിട്ട്. ഇത് എളുപ്പപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫ്രീസറിൽ വെച്ച ശേഷം ചെത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇതുപോലെ ചെത്തിക്കളയാൻ പറ്റും. അപ്പോൾ നല്ല മാംസമൊക്കെ നല്ല ഉറച്ചിരിക്കുമായിരിക്കുമല്ലോ. ഇതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പിലോപ്പിയ കേട്ടോ. ഞങ്ങൾ പിലോപ്പി എന്നാണ് പറഞ്ഞാൽ ചിലർ തിലോപ്പിയ, സിലോപ്പി എന്നൊക്കെ പറയും. ശേഷം എന്താ തല വെട്ടിക്കളയാം. ഇത് വീഡിയോ ചെയ്യുന്നത് മമ്മിയാട്ടോ. എൻ്റെ വയറൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കാക്ക എല്ലാം കൂടെ വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അപ്പം മീൻ വെട്ടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വയറൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം. പിന്നെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു പാട പോലെ ഒരു ഇതുണ്ടാവും, അതൊന്ന് കളയട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മീനിന് ഒരു കയ്പ്പ് ഉണ്ടാവും. കണ്ടോ, ഈ അരിക്കൊക്കെ നന്നായിട്ട് കളയണം. ഇതൊക്കെ നമ്മളിനി ഉപ്പിട്ട് കഴുകുമ്പോൾ ശരിക്കും നന്നായിട്ട് പൊക്കോളും. അതിന് പാല് കണ്ടിച്ചത് ഇതുപോലെയാണ്. ഈ വെട്ടി വെച്ച് വെക്കുന്ന മീനിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകണത്. മീൻ വെട്ടുന്നുണ്ടപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകണം. ഇങ്ങനെ ആക്കുമ്പോൾ ഇത് അതിൻ്റെ പുറത്തായിട്ടൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലേസിങ് വരുന്നതിന്. സാധാരണ കഴുകുന്ന പോലെ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിലോപ്പി ഉപ്പൊക്കെ ഇട്ട് കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെയാണ് പിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഈ മീനിൻ്റെ പുറം ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ ഇത് നല്ല മാംസമുള്ള മീനായതുകൊണ്ട് നല്ല ആഴത്തിൽ തന്നെ മുറിക്കണം. ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി മുറിക്കുക. ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് പറ്റുന്ന മസാല ഇതിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്നും ആഴത്തിൽ തന്നെ മുറിക്കുക. ഇതുപോലെ. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്. സോറി, 1 ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ആട്ടോ. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ നല്ല നീരുള്ള നാരങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുത് ഫുള്ളായിട്ട് തന്നെ വേണ്ടി വരും. ഇത് നല്ല വലിയ മീനല്ലേ, അപ്പോൾ പെട്ടെന്ന് വേകാനൊക്കെ നല്ലതാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്. ഇത് വെള്ളമായി കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പുറത്ത് ഇത് പിടിക്കത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇങ്ങനത്തെ മീൻ പൊള്ളിക്കലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ. നല്ല നാടൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ്. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇതിപ്പം കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊരു പേസ്റ്റ് കണക്കെ ആക്കിയെടുക്കാം. അതാ ഇതുപോലെയാണ് അതിൻ്റെ വരേണ്ടത്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് മീനിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഫുള്ളിൽ അതിൻ്റെ നമ്മൾ ആ കീറിയ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വയറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ അതുപോലെ ഈ വിടവുണ്ടല്ലോ വരഞ്ഞു കൊടുത്ത്, അത് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു പിടിച്ച് കഴിഞ്ഞാൽ അതിലോട്ട് തേക്കാൻ പറ്റും നമുക്ക്. ഇത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പരട്ടും. ഇത് കണക്കെ നന്നായിട്ട് പരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഉള്ളത് വെളിച്ചെണ്ണ തന്നെ വറക്കണത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂക്കെ വറക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പകുതി വേവ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ പൊതി കിട്ടുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മീൻ ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വലിയ മീനാണ്. നമ്മൾ നാരങ്ങയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇതെന്തായാലും പെട്ടെന്ന് തന്നെ മൂത്ത് വരും. ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ മീൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി ഈ സെയിം എണ്ണയിൽ തന്നെയാണ് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ചതച്ച് വെച്ചിരുന്നല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതിൽ എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അതുപോലെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട. നമ്മുടെ മീനിൻ്റെ പുറത്ത് തേച്ചിരിക്കുന്ന മസാല അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ഫ്ലേവർ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഇത് ഏകദേശം ഒരു 1/2 കപ്പുണ്ട്, അതിട്ട് കൊടുക്കാം. 1 കപ്പ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു വലിയ ഒരു സവാളയായിരുന്നു. ഇത് ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം ചെറിയുള്ളി കുറവാണെന്നുണ്ടെങ്കിൽ സവാളയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി. സവാള തന്നെ ചേർക്കേണ്ട കേട്ടോ. സവാളയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാകും. അപ്പോൾ നമ്മളത് കറി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു മധുരം വരും അതിനകത്ത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ പുളി ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് പുളി ചേർക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചെടുക്കാം.
അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ച പുളിവെള്ളമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേരുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു 2 വാഴനാര് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വാട്ടിയ വാഴയിലയാണ്. വാട്ടിയ വാഴയിലാണെങ്കിൽ മാത്രമേ നമുക്കിത് പൊതിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ വാഴയില ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അതൊന്ന് ഇങ്ങനെ നിരത്തി വന്നിടാം. അതിനുശേഷം ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ മസാല വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2 തക്കാളി മുറിച്ച് വെക്കാം. അതിനുശേഷം ഇതൊന്ന് കെട്ടാം. ഇതുപോലെ ഇങ്ങനെ 4 വശത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെയാണ്. അതിനുശേഷം നമ്മളിത് അവിടെ ഒരു വാഴനാര് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ അങ്ങോട്ട് കൂട്ടിക്കെട്ടി വെച്ചാൽ മതി. ഇതുപോലെയാണ് കിട്ടുന്നത്. നമ്മൾ വെച്ചിരിക്കുന്ന മസാല പുറത്തേക്ക് പോകരുത് കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ കെട്ടേണ്ടത് കേട്ടോ. ഇതാ ഇതുപോലെ. ഇനി ഇത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ അതായിരിക്കും നല്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് കുറച്ച് വലിയ മാംസമുള്ളൊരു മീനല്ലേ, അപ്പോൾ വേകാനായിട്ട് അതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മീൻ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇല അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ഞാൻ വെച്ച് കൊടുക്കുന്നതാണ്. ഇതൊരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുവാണ്. അടച്ചു വെക്കുമ്പോഴത്തേക്ക് ചൂട് 4 വശത്തുനിന്ന് നന്നായിട്ട് ഇതിൽ കൊണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചേർത്തേക്കണം മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കും. ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. 2 സൈഡും ഒരു 15 തൊട്ട് 20 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തീ ഒട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ. എത്രയും ചെറുതാക്കി വെക്കാവോ അത്രയും ചെറുതാക്കി വെക്കുക. അതുപോലെ ഇതൊന്ന് അടച്ചും വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വാഴയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ടേ. നല്ല ചൂടാണ്. അയ്യോ, അടിപൊളി. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുടംപുളി ചേർത്തിട്ടാട്ടോ. അപ്പോൾ കരിമീൻ പൊള്ളിക്കുന്ന പല രീതിയിലും ചെയ്യാറുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യാറുണ്ട്, തക്കാളി മാത്രം ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.